Dear students, all are welcome to Business Management new video classroom. In this video, we are going to discuss fishbone diagrams. Then what is the fishbone diagram? What are the reasons or need for fishbone diagrams? Then advantages and disadvantages of fishbone diagram. Okay. Then it was created by Keiru Ishikawa in 1968. Keiru Ishikawa Keiru Ishikawa 1968. 1968 introduce ചെയ്തിട്ടുള്ളതാണ് ഈ ഫിഷ്ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. He was a Japanese quality control expert and also a professor. പുള്ളിക്കാരൻ ഒരു പ്രൊഫസറാണ്, then ക്വാളിറ്റി എക്സ്പേർട്ടിലെ എക്സ്പേർട്ടായി ക്വാളിറ്റി കൺട്രോളിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. So this diagram is also known as Ishikawa diagram. അപ്പോൾ ഫിഷ്ബോൺ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് Keiru Ishikawa in 1968. He was a industrial or quality control expert and also a professor. So this diagram is also known as, that means fishbone diagram is also known as Ishikawa diagram. Then the diagram is also known as Ishikawa diagram or Heribon diagram or cause and effect diagram. He invented this diagram to help employees avoid solutions that merely address the symptoms of much larger problems. It shows the cause and specific effect. ഒരു ഇഫക്റ്റ്, അതായത് ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോമിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായെങ്കിൽ ആ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാനുള്ള കോസസ് എന്തെല്ലാമാണ്, വിച്ച് ഈസ് ദ നിയറസ്റ്റ് കോസ് ഫോർ ദാറ്റ് ഡയറക്റ്റ് ഇഫക്റ്റ്. ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ടാവാനുള്ള നിയറസ്റ്റ് റീസൺ എന്താണ്, അപ്പോൾ ആ അപ്രോക്സിമേറ്റ് ആയത് അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള കോസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോബ്ലം അലേർട്ട് ചെയ്യുന്നതിന് ഒരുപാട് കോസസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ്ലി ഇഫക്റ്റ് ചെയ്തിട്ടുള്ള കോസ് എന്തെല്ലാമാണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഷ്ബോൺ ഡയഗ്രാം അനലൈസ് ചെയ്തു പോകുന്നത്. ഓക്കെ, the fishbone diagram is one of the main tool used to measure, assess, monitor and improve the quality of production process and is included to the list of 7 tools of quality control. The fishbone diagram identify many problems causes for the effect or problems. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഈ ഇഫക്റ്റ് ഉണ്ടാവുന്നതിന്, ഇപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഫെയിലിയർ ആവാനുള്ള കാരണം, ദാറ്റ് മീൻസ് നമ്മൾ പേപ്പറിൽ ഫെയിലിയർ ആവാനുള്ള കാരണം എന്താണ്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുട്ടി എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് റിസൾട്ട് വരുമ്പോൾ ഫെയിലിയർ ആയി എന്നുള്ള റിസൾട്ടാണ് വരിക. അപ്പോൾ ഫെയിലിയർ ആവാനുള്ള വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി എക്സാം റൈറ്റ് ചെയ്തിട്ട് ഫെയിലിയർ ആയി പോയി എന്നുള്ളതിന് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എഴുതിയിട്ടില്ല, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് എക്സാമിന് പോയ സമയത്ത് വളരെ ഹെൽത്തി ആയിരുന്ന കണ്ടീഷൻസ് ആയിരുന്നില്ല, അല്ലെങ്കിൽ വൃത്തിക്കൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഹെൽത്തി കണ്ടീഷൻസ്, അല്ലെങ്കിൽ എക്സാം റൈറ്റ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ റോങ് ആൻസർ എഴുതി പോയി, അല്ലെങ്കിൽ എക്സാം തീരെ അറ്റൻഡ് ചെയ്തില്ല, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ റിസൾട്ട് ഫെയിലിയർ ആകും. അതുപോലെ ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു റിസൾട്ട് ഉണ്ടായപ്പോൾ അതൊരു നെഗറ്റീവ് റിസൾട്ട് ആയെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന 1 by 1 ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളൊരു ഡീറ്റെയിൽഡിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് ഫിഷ്ബോൺ ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ഹെൽപ്സ് ടു ഡിറ്റർമിൻ റൂട്ട് കോസസ്. അപ്പോൾ അതിൻ്റെ മൂല കാരണങ്ങൾ എന്തെല്ലാമാണ്, പ്രധാനമായ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നു. ദിസ് ഡയഗ്രാം ഇൻക്ലൂഡ്സ് എ സെൻട്രൽ സ്പൈൻ ആൻഡ് സെവറൽ ബ്രാഞ്ചസ് വിച്ച് റിസംബിൾസ് ലൈക്ക് എ ഫിഷ് സ്കെൽട്ടൺ. അതായത് ഇപ്പോൾ ഈ ഇവിടെ ഡ്രോ ചെയ്ത പോലെ തന്നെ
ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് അലോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡിലാണ് അതിന്റെ ഇഫക്റ്റ് ഒക്കെ വരിക. ദെൻ ഇതൊക്കെ എന്താണ് അതിന്റെ കോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബാധിക്കുന്ന ഓരോ ഇവന്റും കോസസ് ആണ്. ഈ ഒരു കോസസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഫക്റ്റ് ജനറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിനുള്ള ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന റീസൺസ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ ആ കോസസ് എന്തെല്ലാമാണ് എന്നുള്ളത്. ദിസ് ഡയഗ്രാം ഈസ് യൂസ്ഡ് ഇൻ പ്രോസസ് improvement method to identify all of contributing root causes likely to be causing a problems. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോസസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ നിയറസ്റ്റ് റീസൺ. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഈ ഒരു ഹെഡിനെ ഇഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് പോയിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഹെഡിനെ ഇഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വേണം മെറ്റീരിയൽസിന്റെ കേസ് ആവാം. അപ്പോൾ റോ മെറ്റീരിയൽസിന് ക്വാളിറ്റി ഇല്ലാണ്ട് പോയി, അതുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സിന് ഡാമേജസ് വന്നു. ഓക്കെ, ദെൻ ലേബേഴ്സിന് അപ്പൊ ആ ലേബറിന്റെ ക്വാളിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ സ്കിൽ ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ കെയർലെസ് കൊണ്ട് പ്രോഡക്റ്റിന് ഡാമേജ് വന്നിരിക്കാം. ദെൻ പാക്കേജിങ് ഉണ്ടാവാം, മെത്തേഡ്സ് ഉണ്ടാവാം, അവിടെ ഉപയോഗിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, റൂൾസ് ഉണ്ടായിരിക്കാം, വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവാം. ഇതൊക്കെ ഇഫക്റ്റ് ചെയ്യും. പവർ ഫെയിലിയർ ഉണ്ടാവാം, മെഷീൻ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ എഫക്റ്റിന്റെ ആണ് ഈ ഫിഷിന്റെ ഹെഡിലൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിച്ച് അറൈസ് ഇൻ പ്രോബ്ലം സോൾവിങ്. ദാറ്റ് മീൻസ് ഇനി നമ്മൾ പ്രോബ്ലം അലേർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ഗോ, വാട്ട് ആർ ദ പ്രോബബിൾ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലംസ്. അപ്പൊ ഈ പ്രോബ്ലം ഉണ്ടാവാൻ, ഈ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബബിൾ കണ്ടീഷൻ എന്തായിരുന്നു? വാട്ട് കാറ്റഗറി ഓഫ് പ്രോസസ് ഇൻപുട്സ് റെപ്രസെന്റ് ദ ഗ്രേറ്റർ സോഴ്സ് ഓഫ് വേരിയബിലിറ്റി ഇൻ ദ പ്രോസസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയി, അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടായി, അതിനുള്ള പ്രോബബിൾ റീസൺസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ്, അതായത് ഓരോ ഫിഷിന്റെ ഒരു സ്ട്രക്ചർ പോലെ തന്നെ ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഫോമിനുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, ദെൻ ബോൺസ് ആർ യൂസ്ഡ് ഇൻഡിക്കേറ്റ് ദ ഇമ്പാക്ട് ഓഫ് കോസസ്. അതായത് ഇതാണ് ഇതിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ബോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനോട് എന്തുണ്ടാക്കുന്നത്, കോസസ് ഉണ്ടാക്കുന്നത്. ദെൻ the weight of impact is measured in size of the bonds that are drawn. Then the larger bonds closer the head and the fish represent the big impact, while small bonds further away from the head then have a smaller impact. Then 4 steps include. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതാണ് ഹെഡ് എന്ന് പറയുന്ന ഏരിയ, ഇത്രയും ഏരിയയാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഇതെന്താണ്, ഡയറക്റ്റ്ലി ഇതിന്റെ മെയിൻ ബോൺ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മെയിൻ ബോണിന്റെ റീസൺ ഡയറക്ട്ലി ഇതിനെ എഫക്ട് ചെയ്യും. ദെൻ ഇതൊക്കെ എന്താണ്, സ്മോൾ ബോൺസ് ആണ്. ഈ സ്മോൾ ബോൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കോസസ് ആണ്. ഇത് ഇതിന്റെ മെയിൻ കോസ് ആണ്. ദെൻ ഇതിനെ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ബോൺസ് ആണ്. ദെൻ 4 സ്റ്റെപ്സ്. ദെൻ ഫസ്റ്റ് വൺ, ക്രിയേറ്റ് എ ഹെഡ് വിച്ച് ലിസ്റ്റ് ദ പ്രോബ്ലം ഓർ ഇഷ്യൂസ് ടു ദി സ്റ്റഡീഡ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് ആണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഇത് ഓരോന്നും ചെയ്തിട്ടുള്ള കാരണങ്ങൾ എന്താണോ അതിവിടെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നു. ദെൻ ഡ്രോ എ ബാക്ക് ബോൺ ആരോ, ദെൻ ലെഫ്റ്റ് ടു റൈറ്റ്. അവിടെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്തോറും ഇതിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി എന്ത് ചെയ്യും, ഹെഡിനെ അത് ഇഫക്ട് ചെയ്യുകയും ചെയ്യും. Then vertical arrows connecting the category, the main backbone arrows, then list out the causes from the listed causes. Then if we are grouping factors or causes, draw horizontal branching arrows for each vertical arrows connected in the category. This helps compartmentalize the individual factors related to the categories. Okay. Then വളരെ ഷോർട്ട് ആയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാന്ന് പറഞ്ഞാൽ, എ കോസ് ആൻഡ് ഇഫക്റ്റ് ഓർ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഡ്രോയിങ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്.
Then drawing major causes category, brainstorm causes, then categorize causes, determine deeper causes, and then identify the root causes. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പൈനൽ ആയിട്ടുള്ള ബോണിനും അതുപോലെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബോണിനും സംഭവിച്ചിട്ടുള്ള കോസസ് ആണ് ഡയറക്റ്റ്ലി അതിൻ്റെ ഹെഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് ആ മെഷീനറിയിലെ വെയർ ഹൗസിങ്ങിൻ്റെ പ്രോബ്ലംസ് ആവാം, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്തോടത്തുള്ള പ്രോബ്ലംസ് ആവാം, റോ മെറ്റീരിയലിന് തന്നെ ക്വാളിറ്റി ഇല്ലാത്തതാവാം, അത് പ്രൊഡ്യൂസ് ചെയ്തോടത്തുള്ള അപാകതയാവാം, വർക്കിംഗ് അവറിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, അൺഹെൽത്തി പ്രോബ്ലം ഓഫ് ആൻ എംപ്ലോയി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോഡക്റ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തോടത്ത് എഫക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി many practitioners use 6M of categories of bonds. 6M's. 6M. Then what are the 6M? First one, man or personal. Man or personal. First one. Then second one, machine. Machine ന്റെ ഭാഗത്ത് ഉണ്ടാവാം. Then third one, method. അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് റിസൾട്ടിന് മാറ്റം ഉണ്ടാവും. ദെൻ മെറ്റീരിയൽസ് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യും. ദെൻ മെഷർമെന്റ്സ്, ദെൻ വർക്കിംഗ് എൻവയോൺമെന്റ്, ദാറ്റ് മീൻസ് മദർ നേച്ചർ. വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പോൾ ആ റോ മെറ്റീരിയൽ വന്നിട്ടുള്ള വഴി അല്ലെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ അല്ലെങ്കിൽ മെഷീൻസിന്റെ മെത്തേഡിന്റെ ദെൻ മെഷർമെന്റ്സ്, അതുപോലെ അതായത് ക്വാണ്ടിറ്റി ബേസിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്. ഇപ്പം നമുക്കറിയാം, ഏതെങ്കിലും ഒരു ചിക്കൻ റെഡിയാക്കാൻ അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള ചില്ലി പൗഡർ അല്ലെങ്കിൽ സാൾട്ട്, ഇങ്ങനെ കണ്ടിട്ടുള്ള ഓരോ ഇവൻറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ബെസ്റ്റ് റിസൾട്ട് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മെഷർമെൻറ്റ്. ഈ ഓരോ അളവിലും സാധനങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ഔട്ട്പുട്ടിനും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ദെൻ മദർ നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എൻവയോൺമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽസ്, അവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, ദെൻ മെഷീൻസ് ആൻഡ് മാൻ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ബോൺ ഡയഗ്രാം. ഫിഷ് ബോൺ ഡയഗ്രാം ഏതെല്ലാം തരത്തിലാണ് ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്പർ 1, സിമ്പിൾ ഫിഷ് ബോൺ. ഫസ്റ്റ് വൺ, സിമ്പിൾ ഫിഷ് ബോൺ. ഫസ്റ്റ് വൺ, സിമ്പിൾ ഫിഷ് ബോൺ. എന്താണ് സിമ്പിൾ ഫിഷ് ബോൺ എന്ന് പറഞ്ഞത്? ദെൻ in its basic form, the Ishikawa diagram has no predetermined affinities or categories of causes. So we can decide affinities that may be unique to our organization. For example, a service company may need to analyze affinities that would not be found in a manufacturing firm. ഒരു സർവീസ് ഓറിയന്റഡ് സെക്ടറിൽ ഇപ്പോൾ ഒരു ഐഡിയ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ സൺ ഡയറക്റ്റ്, ഇതൊക്കെ എന്താണ്, സർവീസ് സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ആ സർവീസ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഡിഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുപോലെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നില്ല, സർവീസ് ഓറിയന്റഡ് സെക്ടറിലും എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രീഡിറ്റർമിൻ ചെയ്യാത്ത കോമൺ ആയിട്ടുള്ള ഇവന്റിനെ ആണ് നമ്മൾ എന്താ പറയുക, സിമ്പിൾ ഫിഷ് ബോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, 4S ഫിഷ് ബോൺ. 4S fish ball. What are the 4S? Then number 1, suppliers, system, surroundings. Suppliers, then system, surroundings. Suppliers, system, surroundings and skills. ഇതാണ് 4S. ഇപ്പോൾ സപ്ലയേഴ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവിടെയുള്ള സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ, ദെൻ അവിടുത്തെ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റിന്റെ, ദെൻ സ്കിൽസ്, ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട്, കോസസ് ആണ്. ഈ കോസസ് കൊണ്ടും ഡയറക്റ്റ്ലി ഫോമിന് ഇഫക്റ്റ് ഉണ്ടാവും.
Then 6M fishbone. Third one. 6M fishbone. What are the 6M? Then first one, man, material, machine, method. Man, material, machine, method. Man, material, machine, then methods, measurement, and mother, nature or environment. Mother, nature or environment. Mother, nature or environment. Man, material, machine, method, measurement, mother, nature or environment. 6M. ഇതൊക്കെ എന്താണ്? കോസസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കോസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി ഫോമിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന്റെ റൂട്ട് കോസസ്, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്താണ്. അപ്പോൾ ആ ഒരു റീസണെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫോൾട്ട് ആവാം, മെറ്റീരിയൽസിന്റെ ഫോൾട്ട് ആവാം, ദെൻ മെഷീൻസിന്റെ ഹാൻഡ്ലിങ്ങിലുള്ള രീതി ആവാം, മെത്തേഡ്സ് അവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സിന്റെ പ്രോബ്ലം ആവാം, മെഷർമെന്റ് ഓർ മദർ നേച്ചർ ഓർ എൻവയോൺമെന്റ്. ദെൻ ഫോർത്ത് വൺ 8P. What are the 8P fish bones? First one, procedure, policies. ഒന്നാമത്തത് പ്രൊസീജിയർ, രണ്ടാമത്തത് പോളിസീസ്. ദെൻ തേർഡ് വൺ പ്ലേസ്, പ്രോഡക്റ്റ്, പീപ്പിൾ. പ്രൊസീജിയർ, പോളിസി, പ്ലേസ്, പ്രോഡക്റ്റ്, പീപ്പിൾ. പ്രോസസ്സസ്, പ്രൈസ്, ദെൻ പ്രോഡക്റ്റിന്റെ മേലെ ചാർജ് ചെയ്യുന്ന പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. പ്രൊസീജിയർ, പോളിസി, ദെൻ പ്ലേസ്, പ്രോഡക്റ്റ്, പീപ്പിൾ, പ്രോസസ്സസ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. ഇതും എന്താണ്? കോസസ് ആണ്. അപ്പോൾ ഈ കോസസും എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസിന്റെ കേസിൽ, പ്രൈസിന്റെ കേസിൽ, പ്ലേസ്, പ്രോസസ്സ്, പ്രൊസീജിയേഴ്സ്, ദെൻ അവിടെയുള്ള പോളിസീസ്, മെത്തേഡ്സ്, മെഷീൻസ്, മെഷർമെന്റ്, സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ്, ഇതൊക്കെ എന്താണ്? മേജർ ആയിട്ടുള്ള റൂട്ട് കോസസ് ആണ്. അത് ഓരോ ഫോം ടു ഫോമിനനുസരിച്ച് കൊണ്ട് ഇതിലെ ഓരോ അളവിനും അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഒരു സർവീസ് സെക്ടറിൽ എഫക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാവില്ല. അതുപോലെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എഫക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ടാവില്ല? സർവീസ് സെക്ടറിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഓരോ ഇടത്തും ഓരോ റീസൺസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ പോലെ എക്സാം ഫെയിലിയർ ആവാനുണ്ടായ കാരണം, ഇപ്പൊ എക്സാം എഴുതി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ അതിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്തിട്ടുള്ള ഇവന്റ് എന്താണ്? ഒന്നെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്തിട്ട് ടാബുലേഷൻ വർക്ക് നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനുള്ള മീഡിയാസ് റെഡി ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് സൈൻ ചെയ്യണമെങ്കിൽ VC അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ VC അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ഇഫക്റ്റ് എന്താ വെച്ചാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സാമിന് ഫെയിലിയർ ആയി, അതുപോലെ ഫോമിന് പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഇല്ലാണ്ട് പോയി. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഫിഷ് ബോൺ ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റൂട്ട് കോസസ്? അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈൻഡ് ചെയ്യാണ് എന്തൊക്കെ റൂട്ട് കോസസ് ഉണ്ടാവും എന്നുള്ളത്. ഇനി ഇങ്ങനെ ഒരു ഫിഷ് ബോൺ ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്താൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, it permits a thoughtful analysis that avoid overlooking any possible root causes for a niche. ഇപ്പൊ നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു കാരണം റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. Then fishbone technique is easy to implement and creates an easy to understand visual representation of cause, categories of cause and niche. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് ഇങ്ങനെ ഒരു പിക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട്
ഈ ഒരു റിസൾട്ട് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ മെന്നിനാണോ, മെറ്റീരിയലിനാണോ, പ്രൊസീജിയറിനാണോ, മെത്തേഡിനാണോ, മെഷീൻസിനാണോ, അല്ലെങ്കിൽ എൻവയോൺമെന്റിനാണോ, എന്തിനാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ അതിന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. Then by using wishbone diagram, we are able to focus a group on the big picture as to possible causes and factors influencing the problem or needs. അപ്പോൾ അതിനൊരു ഫേമിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് കൊണ്ട് ഫേം യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട് ഈ ഡയഗ്രത്തിൻ്റെ വോളിയം കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഈസിലി ഏതൊരാൾക്കും ഫൈൻഡ് ചെയ്യാനും കൂടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇതിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്.